Camera movements. Continuous images from a steady camera can be boring. Different types of camera movements produce various types of shots which can be used for effective visual communication. So we can generally categorize camera movements into three. They are camera head movements, whole camera movements, and camera lens movements. It's very easy to understand. Camera head movements means we are moving the camera head. Okay, that means moving the head of the camera is called camera head movements. Whole camera movements means we are moving the camera as a whole. Camera lens movements, just as the words indicate, here we are moving the lens of the camera. Here the camera remains stationary. Okay, അതായത് ക്യാമറ ചലനങ്ങൾ പ്രധാനമായിട്ടും അടിസ്ഥാനപരമായിട്ട് മൂന്നെണ്ണമാണുള്ളത്. അതേതൊക്കെയാണ്? ക്യാമറ ഹെഡ് മൂവ്മെൻറ്റ്സ്, ഹോൾ ക്യാമറ മൂവ്മെൻറ്റ്സ് ആൻഡ് ക്യാമറ ലെൻസ് മൂവ്മെൻറ്റ്സ്. ക്യാമറ ഹെഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഹെഡാണ് നമ്മളവിടെ ചലിപ്പിക്കുന്നത്. ഹോൾ ക്യാമറ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാമറയെ പൂർണ്ണമായും നമ്മൾ ചലിപ്പിക്കുന്നുണ്ട്. ക്യാമറ ലെൻസ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യാമറയുടെ ലെൻസ് മാത്രമാണ് ചലിപ്പിക്കുന്നത്. നൗ വി ഹാവ് ടു ലുക്ക് അറ്റ് ഈച്ച് camera movements in detail. We have to find out what are the various types of camera head movements, whole camera movements, and camera lens movements. First, we'll deal with camera head movements. Camera head movements are of two types: panning and tilting. Okay. What is panning? Panning means moving the camera horizontally from left to right and vice versa. That means moving the camera head horizontally from left to right or from right to left. It is generally used to show a wide area and it can follow a moving object. Panning എന്ന് വെച്ചാൽ എന്താണ്? ക്യാമറയെ തിരശ്ചീനമായി ഇടത്തു നിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും ചലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പാനിങ് എന്ന് പറയുന്നത്. ക്യാമറയുടെ ഹെഡിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്മൾ ചലിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാനിങ് എന്ന് പറയുന്നത്. പാനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാൻ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ ഏരിയ കാണിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ ഫോളോ ചെയ്യാനും പാനിങ് എന്നുള്ളൊരു മൂവ്മെൻറ്റ് കൊണ്ട് സാധിക്കും എന്നർത്ഥം. ഇനി എന്താണ് ഈ പാനിങ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടത് പാൻ റൈറ്റ് ആണ്. അതായത് ക്യാമറയെ വലതുവശത്തേക്കാണ് പാൻ ചെയ്തിട്ടുള്ളത് അല്ലേ ക്യാമറ. അപ്പോൾ ഒരു വലിയ ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അതുപോലെ ക്യാമറ ഇസ് മൂവ്ഡ് ഫ്രം ലെഫ്റ്റ് ടു ദി റൈറ്റ്. അപ്പോൾ പാൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇസ് മൂവ് ടു ദി റൈറ്റ്. പാൻ ലെഫ്റ്റ് മീൻസ് ക്യാമറ ഇസ് മൂവ് ടു ദി ലെഫ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ പാനിങ് എന്ന് പറയുന്നത്. Then tilting. It is also called vertical panning, moving the camera head up and down vertically. Vertical panning എന്നാണ് tiltingനെ പറയുന്നത്. അതായത് ക്യാമറയുടെ ഹെഡ് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ tilting എന്ന് പറയുന്നത്. Tilting up can show height and tilting down can show depth. Okay.
ടിൽറ്റ് അപ്പ് എന്ന് പറയുമ്പോൾ ഹൈറ്റ്, ഉയരം കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ടിൽറ്റ് ഡൗൺ അതുപോലെ ആഴം കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന മൂവ്മെൻ്റ് ആണ്. ടിൽറ്റിംഗ് അപ്വേർഡ് ക്രിയേറ്റ്സ് ഫീലിംഗ്സ് ഓഫ് റൈസിംഗ് ഇൻട്രസ്റ്റ്, എക്സ്പെക്റ്റേഷൻ, ഹോപ്പ് ഓർ ആൻറ്റിസിപ്പേഷൻ. ആളുകളിൽ ആകാംക്ഷ ജനിപ്പിക്കുന്നതിനും അവരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കാവുന്ന മൂവ്മെൻ്റാണ് ടിൽറ്റ് അപ്പ് എന്ന് പറയുന്നത്. ടിൽറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ആളുകളിൽ താല്പര്യം കുറയുന്നതായിട്ടും അല്ലെങ്കിൽ അവർ നിരാശാബോധം കാണിക്കുന്നതിന് വേണ്ടിയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ വിഷമം കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ദുഃഖം, സങ്കടമൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മൂവ്മെൻ്റാണ് ടിൽറ്റ് ഡൗൺ എന്ന് പറയുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ ടിൽറ്റ് ഡൗൺ ആണ് കണ്ടത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേർഷനാണ് ടിൽറ്റ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മുകളിൽ നിന്ന് താഴെ വരെ കാണിക്കുകയാണ് ചെയ്തത് അല്ലേ. ഇപ്പോൾ ക്യാമറ ഹെഡിനെ മുകളിൽ നിന്ന് താഴേക്ക് ആക്കുന്നതിനെ ടിൽറ്റ് ഡൗൺ എന്നും ക്യാമറ ഹെഡ് താഴെ നിന്ന് മുകളിലേക്ക് ചലിപ്പിക്കുന്നതിനെ ടിൽറ്റ് അപ്പ് എന്നും പറയും. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ക്യാമറ ഹെഡ് മൂവ്മെൻറ്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഹോൾ ക്യാമറ മൂവ്മെൻറ്റ്സ്. ആൻഡ് വാട്ട് ആർ ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് whole camera movements? Tracking, dollying and jib. Okay, and we'll look at them one by one. Tracking. What is tracking? A camera traveling along with a moving subject is called tracking. അതായത് ഒരു ചലിക്കുന്ന വസ്തുവിനോടൊപ്പം ക്യാമറയും ചലിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തു ചലിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ക്യാമറയെ ചലിപ്പിക്കുന്നതിനെയാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. മൂവിങ് ദി ക്യാമറ അലോങ് വിത്ത് ദ സബ്ജക്റ്റ് വൈൽ ദ സബ്ജക്റ്റ് മൂവ്സ്. ഇറ്റ് ക്യാൻ മൂവ് പാരലൽ വിത്ത് എ സീൻ. ഒരു സീനിന് പാരലായിട്ട് ക്യാമറ നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അതും ട്രാക്കിംഗ് തന്നെയാണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ക്യാമറയെ ചലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ട്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Another whole camera movement is dollying. Moving the camera towards and away from the subject is called dollying. When dolly in, the viewer's interest is increased. When dolly out, the interest of the viewer is lowered. അതായത് ക്യാമറയെ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക്, ബിംബത്തിൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ ബിംബത്തിൽ നിന്ന് അകലേക്കും ചലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോളിയിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോളിയിങ് രണ്ട് തരത്തിലുണ്ട്. ഡോളി ഇൻ ആൻഡ് ഡോളി ഔട്ട് ഓർ ഡോളി അവേ. ഓക്കെ, വെൻ ഡോളി ഇൻ ദ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റ് ഇസ് ഇൻക്രീസ്ഡ്. ആളുകളിൽ ഒരു താല്പര്യം ജനിപ്പിക്കാൻ, ഒരു ആകാംക്ഷ ഉണ്ടാക്കിയെടുക്കാൻ ഡോളി ഇൻ എന്ന മൂവ്മെൻറ്റ് കൊണ്ട് സാധിക്കും. ഡോളി ഔട്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഇൻട്രസ്റ്റ് ലോവർ ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡോളി ഇൻ ഹെൽപ്സ് ടു എംഫസൈസ് ഡയലോഗ്സ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ഡോളി ഔട്ട് ഹെൽപ്സ് ടു ക്യാപ്ചർ ദി എൻവയോൺമെൻറ്റ്. ഓക്കെ, ദിസ് ഇസ് ഡോളി ഇൻ ആൻഡ് ദിസ് ഇസ് ഡോളി ഔട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കണ്ടത്. അതായത് ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോളി എന്നൊരു അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട് ക്യാമറയെ വസ്തുവിൻ്റെ അടുത്തേക്ക് ചലിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ ഡോളി ഇൻ എന്നും വസ്തുവിൽ നിന്ന് ദൂരേക്ക് ചലിപ്പിക്കുമ്പോൾ അതിനെ ഡോളി ഔട്ട് എന്നുമാണ് പറയുന്നത്. Here in dollying, what we are doing is we are moving the camera towards the subject and away from the subject.
വി ആർ മൂവിങ് ദ ക്യാമറ ആസ് എ ഹോൾ. ക്യാമറയെ നമ്മൾ വസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ വസ്തുവിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയെ നമ്മൾ ചലിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അതാണ് ഡോളിയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ജിബ്. ആൻഡ് ഇത് ഒരു ജിബിനുള്ള എക്സാമ്പിളാണ്. A jib or a boom permits a camera to move in any direction. Jib is otherwise known as boom or crane. Okay, so jib permits a camera to move in any direction. The field of view is greater in jib. A jib is useful for getting high shots or shots which need to move a great distance horizontally or vertically. അപ്പോൾ ജിബ് എന്ന് വെച്ചാൽ എന്താണ്? ജിബിന് ബൂം എന്നും ക്രെയിൻ എന്നും എല്ലാം പറയും. ക്യാമറയെ ഒരു ജിബിൽ അഥവാ ക്രെയിനിൽ വെച്ച് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും ചലിപ്പിക്കാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ജിബ് ഷോട്ട് അല്ലെങ്കിൽ ജിബ് എന്നൊക്കെ പറയുന്നത്. ക്യാമറ ക്യാൻ ബി മൂവ്ഡ് ഇൻ എനി ഡിറക്ഷൻ. ഏത് ദിശയിൽ വേണമെങ്കിലും നമുക്ക് ക്യാമറയെ ചലിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ഗ്രേറ്റർ ആണ്. എന്ന് വെച്ചാൽ ഇതിലൂടെ നമുക്ക് പകർത്തിയെടുക്കാവുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു വലിയ ഏരിയ പോലും നമുക്ക് പകർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ഉയരത്തേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് താഴെയുള്ള ദൃശ്യത്തെ നമുക്ക് പകർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് വളരെ ക്ലോസറായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ടാണ് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ജിബ് എന്ന് പറയുന്നത്. ഓക്കെ, the next camera lens movements ആണ്. What are the various types of camera lens movements? Let's see. Zoom in and zoom out are the two types of camera lens movements. What does zoom in mean? Here, the camera lens is rotated to a narrow angle position so that the object appears to move closer to us. അതായത് ഇവിടെ നമ്മൾ സൂം ഇൻ എന്ന് വെച്ചാൽ എന്താണ്? ക്യാമറ ലെൻസിനെ നാരോ ആംഗിൾ പൊസിഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിംബം അടുത്തേക്ക് വരുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. അതായത് നമ്മളിവിടെ ടെലി ഫോട്ടോ ലെൻസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അതായത് ആ ഒബ്ജക്റ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൂം ഇൻ എന്ന് പറയുന്നത്. അതായത് ക്യാമറ ലെൻസിനെ നാരോ ആംഗിൾ പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ ബിംബം അടുത്തേക്ക് വരുന്ന പ്രതീതി ജനിപ്പിക്കുന്നു. Okay, then zoom out means the camera lens is rotated to a wide angle position so that the object appears to move away from us. ക്യാമറ ലെൻസിനെ വൈഡ് ആംഗിൾ പൊസിഷനിലേക്കാണ് ഇവിടെ മാറ്റുന്നത്. അപ്പോൾ ബിംബം അകന്നു പോകുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. ഇതിനെയാണ് സൂം ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫാസ്റ്റ് സൂം ബ്രിങ്സ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് എംഫസിസ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ ഒരു പ്രത്യേക തരം ഇഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നവയാണ്. വീഡിയോഗ്രാഫറുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താം. കാണാം. ഇവിടെ നമ്മൾ സൂം ഇൻ ചെയ്തു, അതിനുശേഷം സൂം ഔട്ടും ചെയ്തു അല്ലേ? സോ ഹിയർ ദ ക്യാമറ ഡസൻറ്റ് ഇറ്റ് സെൽഫ് മൂവ്. വി ആർ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ടു മാഗ്നിഫൈ ദി ഇമേജ്. നമ്മളിവിടെ ക്യാമറയെ ചലിപ്പിക്കുന്നില്ല, മറിച്ച് എന്താണ്, ലെൻസിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്കും അതായത് ഒബ്ജക്റ്റിൽ നിന്ന് ദൂരേക്കും വന്നത്.
ഓക്കെ, ആ സമയം ഡോളി ഇൻ പ്രത്യേകം ഓർത്ത് വെക്കണം. ഡോളി ഇന്നും ഡോളി ഔട്ടും സൂമിനും സൂം ഔട്ടും തമ്മിൽ ഒരേപോലെ തന്നെയാണ്. സൂം ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു, അതുപോലെ ഡോളി ഇൻ എന്ന് പറയുമ്പോഴും ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലേ? ബട്ട് ഇൻ സൂം ഇൻ ദ ക്യാമറ ഇസ് നോട്ട് മൂവിങ്, ബട്ട് ഇൻ ഡോളി ഇൻ ദ ക്യാമറ ഇസ് മൂവിങ് ടുവേർഡ്സ് ദി ഒബ്ജക്റ്റ്. അതാണ് ഡിഫറൻസ്. അതുപോലെ ഇൻ ഡോളി ഔട്ട് ദ ക്യാമറ ഇസ് മൂവിങ് അവേ ഫ്രം ദി ഒബ്ജക്റ്റ്, ബട്ട് ഇൻ സൂം ഔട്ട് ദ ക്യാമറ റിമെയിൻസ് സ്റ്റേഷനറി, ബട്ട് വി ആർ റൊട്ടേറ്റിംഗ് ദ ലെൻസ് ടു എ വൈഡ് ആംഗിൾ പൊസിഷൻ. Got it? Okay.